ഞാൻ പറഞ്ഞാൽ മലലിയ, നിങ്ങളുടെ രോഗവും പ്രയാസവും ഒന്നും നിങ്ങളുടെ കൃപാവരത്തിന് തടസ്സമേ അല്ല. കയ്യും കാലും ബന്ധനത്തിലും കഴുത്തിലും ചങ്ങല കിടക്കുമ്പോഴും ജോസഫിൻ്റെ അകത്തെ ദർശനത്തിനോ ദർശന വ്യാഖ്യാനത്തിനോ അതൊരു തടസ്സമല്ലായിരുന്നു. ഐ ബിലീവ് ദാറ്റ്. ഹല്ലേലൂയ. പ്രൈസ്. ദാനിയേലിനെ കുറിച്ച് നാം കേൾക്കുന്നതാണല്ലോ. അല്ല, ബാബേലിലെ പ്രവാസത്തിലും ദർശനത്തിനോ ദർശന വ്യാഖ്യാനത്തിനോ തടസ്സമല്ല. എന്തിനേറെ പറയുന്നു, യിരെമ്യാവ് കുഴിക്കകത്ത് കിടക്കുമ്പോൾ, കയറ് തൻ്റെ കക്ഷത്ത് മുറിവേൽപ്പിക്കുമ്പോൾ, പഴംതുണി കെട്ടി വലിച്ചു കയറ്റുമ്പോഴും ആദരത്തിലെ ദർശനത്തിനും വെളിപ്പാടുകൾക്കും പഞ്ഞമില്ലായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവദാസിയെ, നിന്റെ ഒരു രോഗവും ഒരു വേദനയും നിന്റെ മേലുള്ള അഭിഷേകത്തിനോ കൃപാവരത്തിനോ തടസ്സമല്ല. എത്ര പേര് പ്രാർത്ഥിക്കും? അപ്പാ, ഒരു പ്രാവശ്യം കൂടെ ആ മഴയൊന്ന് പെയ്തിറങ്ങണമേ. എൻ്റെ അകത്ത് ഞാൻ മൂടി വെച്ചിരിക്കുന്ന, മറ്റുള്ളവരാൽ മൂടപ്പെട്ട ആ കൃപയുടെ ജ്വലനം, പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞ പോലെ, fan into flame the spiritual gift that you received by the laying of the hands of the elders. മൂപ്പന്മാരുടെ കൈവപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ ഇന്ന് പകൽക്കാലം നീ ജ്വലിപ്പിക്കണം. ഒന്ന് ജ്വലിപ്പിക്കാൻ എത്ര പേര് തയ്യാറാകും? ഒന്നും വേണ്ട, ഒരു തീ കത്തിക്കാൻ നിങ്ങൾക്കറിയാം. ബ്ലോ, ഒന്ന് ഊതിയാൽ മതി. ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ ഓൾഡൻ സ്റ്റൈൽ ഓഫ് കിൻഡിലിംഗ് ദ ഫയർ. ഒരു വിറകിൻ്റെ കമ്പും കൂടെ എടുത്ത് വെച്ചാൽ മതിയായിരിക്കാം, ആ തീ ആളിക്കത്തും. ഹല്ലേലൂയ. ഒന്ന് വീശിക്കൊടുത്താൽ മതി എന്നേ. ഇന്ന് പകൽക്കാലം somebody ready to fan into flame. ഹല്ലേലൂയ. എത്ര പേര് അതിനു വേണ്ടി പ്രാർത്ഥിക്കും?